എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സാധാരണ ഞങ്ങൾ വായിക്കുന്ന വാർത്ത കാണുകയാണല്ലോ എല്ലാവരും, കേൾക്കുകയാണല്ലോ എല്ലാവരും. അപ്പോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഞങ്ങളെ ഇടയ്ക്കൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് നാടിന്റെ ന്യൂസ് ഡെസ്ക് എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിലാണ് സംസാരിക്കുന്നത്, നാട്ടിൽ ഇരുന്നാണ് വാർത്ത വായിക്കുന്നത് എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ ഞങ്ങൾ നാടിന്റെ ന്യൂസ് ഡെസ്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ പറയാനുള്ളത്? പേരെന്താ? ആദ്യം ഷാനിബ്. എവിടുന്നാ വരുന്നേ? എന്താ പറയാനുള്ളത്? 6 മാസമായി ക്ഷേമ പെൻഷൻ മുടക്കിയിട്ട് ഇതൊരു കിട്ടിയില്ല, അത് പറയാനുള്ളത്. അതൊരു വലിയ പ്രശ്നമാണ്. ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമായി. അത് കിട്ടാത്തതിന്റെ വിഷമവും കൂടി പങ്കുവയ്ക്കാനാണ് അദ്ദേഹം വന്നത്. ഒരു കുഴപ്പമില്ല, അത് ഇതിനോടകം സർക്കാരിൽ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ശരിയാക്കണം കേട്ടോ. അതിൽ നമ്മളൊപ്പം ഉണ്ട്. ആ ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾ നടത്തുന്ന എല്ലാ പോരാട്ടത്തിനും മുന്നിൽ 24 ഉണ്ട്. ഓക്കെ ഓക്കെ ശരി. അപ്പോ ഇവിടെ ഒരാൾക്ക് എന്തോ പറയാനുള്ളത് ഞാൻ ചോദിക്കട്ടെ. സാറ് ഒരു എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു ചെറിയൊരു മിമിക്രി സാറിന് ഓർമ്മ ഉണ്ടാവും. അതായത് ഏഷ്യാനെറ്റ് ബെസ്റ്റ് FM താവക്കട തുടങ്ങിയ സമയത്ത് സാറിൻ്റെ ഷോ ഉള്ള സമയത്ത് ഞാൻ സാറിനെ വിളിച്ച് വിധാല കേൾപ്പിച്ചിട്ടില്ല. കാരണം ആഴ്ചയ്ക്ക് സാറിനെ വിളിക്കും, പാട്ടാവശ്യപ്പെടും, ഇങ്ങനെ മിമിക്രിയൊക്കെ അവതരിപ്പിക്കും. അതൊക്കെ തന്നെ. രഘു. മോളെ എവിടെയാ വീട്? കാശ്മീർ കണ്ടില്ലയോ? കാശ്മീർ തൊട്ട് കാണിക്ക്, ചൂണ്ടിക്കാണിക്കാണ് ആശ്മിയുടെ ഇന്ററാക്ഷൻ. അപ്പൊ ഹായ്, എന്താ ചേട്ടൻ വന്നു? ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ സ്ക്രീനിലാണ് കണ്ടിട്ടുള്ളത്. ഇത് കെ ആർ ഗോപികൃഷ്ണനാണ്. ഇദ്ദേഹമാണ് നമ്മുടെ വാർത്താ മേധാവി, എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. വല്ലതും പറയാനുണ്ടോ? ഇപ്പൊ പറഞ്ഞോളണം. ഓക്കെ, മൈക്കുണ്ട്, ദീപക് ധർമ്മടുണ്ട്. കയ്യോടെ കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ. ഓക്കെ. അപ്പൊ ഇതുപോലൊരു അവസരം പ്രേക്ഷകർക്ക് ജീവിതത്തിൽ കിട്ടത്തില്ലെന്നാണ് എന്റെ അഭിപ്രായം. നമ്മളോട് ചോദിക്കാനുണ്ടോ? ചോദിക്കാം കേട്ടോ, ചോദിക്കേണ്ടവർക്ക്. അവിടെ അനുജ എന്തോ സംസാരിക്കുന്നുണ്ട്. അനുജ, എന്താണ് അനുജ? പറഞ്ഞോളൂ. പ്രോഗ്രാം വന്നിരുന്നു, സാറിനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ഒന്ന് പാട്ട് പാടിക്കോട്ടെ? കണ്ടിട്ടുണ്ട് സാറിന്, ഓരോരു കാണേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഒന്ന് മൂളിക്കോടെ? പാട്ട് പാടിക്കോടെ? ഒന്ന് പാട്ട് പാടിക്കോ? രണ്ടുപേരും പാടിക്കോട്ടെ? പാട്ട് പാടിക്കോട്ടെ? അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. താങ്കളുടെ പേരും സ്ഥലവും എന്ന് പറഞ്ഞു. ഗംഭീരായി. സൂപ്പർ. ആ പഴയ അനുരാഗിണിയുടെ ഇപ്പൊ എഴുന്നേറ്റ് വന്നത്. കോഴിക്കോട് ബാലുശ്ശേരിയാണ്. പനങ്ങാട് രഘുനാഥ്. അപ്പൊ കിടിലമായി. അപ്പൊ അനുജ, അയ്യാ പറഞ്ഞോളൂ. എസ് കെ എന്നെ കണ്ടപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്, നമ്മൾ അവരെ ഒന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എവിടെ നിന്നാണ്? ഞാൻ ആലപ്പുഴയിൽ. അനുജ അവിടെ ജീവനോട് ബാക്കിയുണ്ടല്ലേ? എൻ്റെ പേര് അബൂബക്കർ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ആലപ്പുഴയിൽ നിന്നാണ്. പേര്? അബൂബക്കർ. ആലപ്പുഴയിൽ നിന്ന് തിരൂര് വരെ നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഞാൻ മലപ്പുറംകാരിയാണ്, ജസീറയാണ് പേര്. അവയുടെ പേരെന്താ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ഈ ജില്ലാ സമ്മേളനത്തിന്? ഇതിൻ്റെ ഒന്ന് ജനകീയതയും അതുപോലെ തന്നെ മതേതരമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ 24-നുള്ളത്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒരു തീവ്രമായ നിലപാടിന് എതിരെ കൃത്യമായ രീതിയിൽ പോകുന്നത്
മതേതരമായ രീതിയിൽ കാഴ്ചപ്പാടോട് പോകുന്ന നമ്മുടെ 24 ചാനലാണ്. അതാണ് നമ്മളെല്ലാവരും അതിനെ സ്നേഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ രാജ്യത്ത് മൊത്തം ഇങ്ങനെ ഈ ചാനലിന്റെ സമ്മേളനം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. പാടി. താങ്ക് യു. എവിടുന്നാ വരുന്നത്? തിരൂരങ്ങാടി, മലപ്പുറം. എന്താ ചെയ്യുന്നത്? പേര്? നസറുല്ല ഷെരീഫ്. അപ്പോൾ എല്ലാവരും ഇവിടെ ആഷ്മി താജിനാണ് വാർത്തവാരിൽ ഇഷ്ടം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടം വിജയകുമാറിനാണ്. വിജയകുമാർ ഇവിടെ വിജയകുമാർ തന്റെ ജീവിതം രക്ഷപ്പെട്ടു. ഓക്കെ, വിജയകുമാറിന്റെ വായന ഇഷ്ടമല്ലേ? 2 വരി പാടാം. മഴവില്ലിൻ ചേലാണ് പെണ്ണെ നീ കൽബിനൊളിവാണ്, മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ്, മുഹബത്തായി പൂമുത്തെ നെഞ്ചിൽ നീയല്ലാതാരാണ്, മനസ്സിൽ മൂറാതുമായി നിന്നെ കാത്തിട്ടിരിപ്പാണ്, മഴവില്ലിൻ ചേലാണ് പെണ്ണെ നീ കൽബിനൊളിവാണ്, മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ്. താങ്ക് യു. എവിടെ വീട്? ഞാൻ മൂർക്കനാട് പഞ്ചായത്തിലെ നിന്നാണ് വരുന്നത്. ഞാൻ വളരെ ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോകാൻ എനിക്ക് ഫോണൊന്നുമില്ല. ഫോട്ടോ എടുക്കണം. പിന്നെ അതല്ല, എൻ്റെ ഒരു സഹോദരി കിഡ്നി രോഗബാധിതയായിട്ട് 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചികിത്സയ്ക്ക് വേണ്ടി വീട് പണയത്തിലാക്കിയിട്ട് 3 ലക്ഷം രൂപ എടുത്ത് ഇപ്പോൾ വീടും നിർത്തിക്കാൻ പറ്റിയിട്ടില്ല. വീട് കടത്തിലുമാണ്. ആകെ പ്രയാസമാണ്. 3 ഡയാലിസിസ് ഒരു ദിവസം, ആഴ്ചയിൽ 3 എണ്ണം. ഒരു ഡയാലിസിന് 2000 രൂപ വീതം. ഞാൻ ഈ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ട് എങ്ങനെയൊക്കെ ആൾക്കാരെ കൈയാട്ടൊക്കെ ഡയാലിസിസ് ചെയ്തു. നമുക്ക് നോക്കാം, ഒന്ന് എഴുതി അയക്കൂ. ഇതിലെല്ലാം ഉണ്ടല്ലോ, നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. അവരെ വീടൊന്നും ഇനി ഒരു പടം എടുക്കണ്ടേ നമുക്ക്? പടം എടുത്തു കഴിഞ്ഞു. പോരെ, ചേച്ചിയുടെ നമ്പർ കൊടുത്താൽ അയച്ചതാ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. സാറിനെ ഞാൻ ഒരുപാട് ദിവസങ്ങൾ കേട്ടിട്ടുണ്ട് റേഡിയോയിലും കൂടെ. നേരിൽ കണ്ട് ഇപ്പൊ സംസാരിക്കാൻ പറ്റി. ഇപ്പോഴാണ് ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സാറിനെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി വളരെ നന്ദി, സന്തോഷം. അങ്ങയുടെ കാര്യം എന്താന്ന് ഞാൻ വായിച്ചു നോക്കും. ഓക്കെ, തീർച്ചയായും. താങ്ക് യു. ഞാൻ വായിച്ചു നോക്കിക്കോളാം. ഓക്കെ, അപ്പോ അനുജ അവിടെ സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ആളുകളുണ്ട്, നമുക്ക് അവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. എവിടെ നിന്നാണ് വരുന്നത്? അനുജ ആരാധകർക്ക് നടുവിൽ പെട്ടിരിക്കുകയാണോ? ഗുരുവായൂരിന്നാണ് വരുന്നത്. ഞാൻ വരുന്നത് സാറ്. നമ്മളെ ഈ 24 7 മണി 6 മണി തൊട്ട് ഞാൻ കാണുന്നതാണ്. ഞങ്ങളുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് സിജിൽ പുത്തൂർ. ഗുരുവായൂരിനടുത്ത് പൂവത്തൂർ എന്നാണ്. ഒരു ദിവസം ആവറേജ് എത്ര മണിക്കൂർ 24 കാണുന്നുണ്ട്? 24 എൻ്റെ മക്കള് ന്യൂസ് മാത്രമേ വെക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്ന് എന്നായിട്ട് അടി. അവർക്ക് സ്റ്റാർ മാജിക്കും വേണം, അവർക്ക് മറ്റുള്ള കളികൾ കൂടുതലാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ വരാൻ കാരണം തന്നെ ഒരുപാട് ദിവസം എൻ്റെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ മൊബൈലിലാണ് ഞാൻ വെച്ചു കൊടുക്കണത്. TV ഇല്ലേ വീട്ടില്. പക്ഷേ എനിക്ക് താങ്കൾക്ക് ഞങ്ങളൊരു TV വാങ്ങിച്ചു തരും. ഞാൻ എൻ്റെ മക്കളായിട്ട് 2 വരി പാട്ട് ഞാൻ പാടുകയാണ് സാറേ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി. എല്ലാവരും പാടിക്കോളൂ പ്ലീസ്. എല്ലാവരും ഒപ്പം പാടൂ. സുഖം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്കളുടെ വീട്ടിലിനി മൊബൈൽ വെച്ച് കാണണ്ട, താങ്കൾക്ക് TV വാങ്ങിച്ചു തരും. അപ്പൊ അമ്മയോട് പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്കളുടെ പേരും ഒക്കെ ഞങ്ങളുടെ ആൾക്കാരുടെ അടുത്ത് കൊടുത്താൽ മതി. ഒരു വീട്ടിലൊരു TV എത്തും. ഓക്കെ, താങ്ക് യു.
എന്നും പറഞ്ഞ് എല്ലാവരും എണീറ്റ് ഞങ്ങളുടെ വീട്ടിൽ ടി വി വെക്കണമെന്ന് പറഞ്ഞോളായിരുന്നു. കഴിഞ്ഞു, ടിവിയുടെ കോട്ട കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ വിജയകുമാർ, മേളിൽ വിജയകുമാർ ഉണ്ട്. വിജയകുമാർ, എസ്.കെ. ഇവിടെ കുറെ ആളുകൾ എസ്.കെനോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി, ചാനലിനോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പറയട്ടെ, ഞാൻ കേൾക്കുന്നുണ്ട്. അതാ പറഞ്ഞു കേട്ടോ. എവിടുന്നാ വരുന്നേ? പേരൊന്ന് പറഞ്ഞേ. ഉമ്മർ. ലോകത്തിൽ എല്ലാം നന്മ ഇല്ലത് മാത്രം നമ്മൾ 24 പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതേമാതിരി വിനീത ആ കൊച്ചിയിൽ വളരെ കഷ്ടപ്പെട്ട് ആ പുകയിൽ നിന്നിട്ട് കൂടി എസ്.കെ പിന്മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അതേമാതിരി തമിഴ്നാട്ടിൽ ഇപ്പം കുറേ ആൾക്കാർ നമ്മളെ ചാനൽ കണ്ടിട്ട് കുറേ ചാരായം സൈക്കിളിൽ കൊണ്ട് നടക്കുന്നത് ഇപ്പം കണ്ട് അവർ പിടിച്ച് ഇപ്പോൾ കുറേ സമാധാനം, ഒരു 10 പേരെ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നമ്മളെ ചാനൽ തന്നെയാണ് സമാധാനം. അതുകൊണ്ട് എല്ലാവരും നമ്മളെ 24 ചാനൽ കണ്ടുകൊണ്ടിരിക്കണം, അതിന് പ്രോത്സാഹനം ചെയ്യണം, അതിന് വളർന്നിരിക്കണം. 4 വർഷമായിട്ട് ഞാൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിലർ പാട്ട് പാടണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കുറച്ച് സമയമായി ചേട്ടൻ പാട്ട് പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് പാടാം. പേര് സുഹൈല്, തിരൂര് വെട്ടത്തും. പല്ലവി മാത്രം ആയിക്കോട്ടെ, 2 വരി എവിടുന്നായാലും കുഴപ്പമില്ല. വേഗം ആയിക്കോട്ടെ. സുബ്ഹ് നേരം വീശും കാറ്റിൽ സുഗന്ധമായവൾ തഴുകും നിന്നെ, സുവർഗത്തോപ്പിലെ ഹൂറിയെ പോലെ മുഞ്ചത്തിയായൊരു പെണ്ണിവളല്ലേ, കിലുങ്ങും കൊലുസിൻ കൊഞ്ചലുമായി ചാരെ വരുമോ നീ, ചാരെ വരുമോ നീ. ഒരാളും കൂടെ ഒരു ചെറിയ പാട്ടിന് 2 വരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അങ്ങ് പാടാം. എൻ്റെ പേര് പ്രവീത, ഞാനിവിടെ തെയ്യാലയിൽ നിന്നാണ് വരുന്നത്. നമ്മളെ 24-ലെ കൂരായണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിലവളുടെ നല്ല അവതരണമാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനൊരു 2 ലൈന് പാടാം. ഹൃദയ സഖീ സ്നേഹമയി ആത്മസഖീ അനുരാഗമയി, എന്തിനു നിന്നൊമ്പരമിനിയും എന്തിനു നിന്നോവുകളിനിയും, എന്നും നിൻ തുണയായി നിഴലായി നിന്നരികിൽ ഞാനുണ്ടല്ലോ. സമയപരിമിതി കൊണ്ടാണ് പ്രജിൻസി കണ്ണൻ ഓൺ സ്റ്റേജ്. പ്രജിൻസി കണ്ണൻ, താങ്കൾ എന്താ പറയുന്നത്? എൻ്റെ പേര് ഫൈസൽ ചമ്മാട്. എനിക്ക് പറയാനുള്ളത്, പിന്നെ നിങ്ങളുടെ വാർത്ത വായനകൾ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അതിനപ്പുറം നിങ്ങളുടെ ഓരോ പ്രോഗ്രാമിൻ്റെ പേരുകളാണ് എന്നെ ആകർഷിച്ചിട്ടുള്ളത്. കൂരായണം, കൂരായണം, അതുപോലെ പൊതുജനം കഴുതയല്ല സാർ. ഇത്ര ധൈര്യത്തിൽ പേരിടാൻ അത് നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ. 24-ന് മാത്രമേ പറ്റൂ. എന്നോട് മനഃപൂർവ്വം പറഞ്ഞാന്ന് മനസ്സിലായി. ഒരിക്കലല്ല സാർ, 24-ന് മാത്രമേ അത്ര പേരിടാൻ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, സാറ് മുണ്ടെടുത്ത് വാർത്ത വായിക്കൽ തുടങ്ങിയത് സാറാണ്. അപ്പൊ അത് വളരെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മുണ്ട് നമ്മുടെ കേരളീയ, പല ആളുകളും പിന്നെ പാൻറെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തില്ല, ഒരിക്കലും കയറരുത്, കോട്ടിനുള്ളിലും കയറരുത്. ഇതാണ് സാറിന് പറ്റിയ വേഷം. താങ്ക് യു. പ്രജിൻ അവിടെ കാത്തു നിൽക്കുന്നു. ഓക്കെ പ്രജിൻ. ഹലോ, ഹായ്, സുഖായിരിക്കുന്നുണ്ടല്ലേ? ഊർജം പോയി. ഹായ് ഹായ് ഹായ്, നമുക്ക് മാറ്റി പിടിച്ചാലോ? ഞാൻ നമ്മുടെ കുട്ടികളെ പറഞ്ഞു ഒന്ന് കൂവാൻ പറഞ്ഞു. എന്നെ എനർജി ആയിരുന്നു അറിയോ കൂവൽ. ഒന്ന് കൂവാവോ? ഇത് തിരൂർ ഇതാണ് തിരൂർ സ്പെഷ്യൽ കൂവൽ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. പ്രജിൻ കൂവി തെളിഞ്ഞ ആളാണോ? ഞാൻ ഏതാണ്ടൊക്കെ കൂവി തെളിഞ്ഞ. അങ്ങനെയാണെങ്കിൽ മ്യൂസിക്കലായിട്ടൊന്ന് കൂവിക്കാം അവിടെ. പയ്യന്നൂരിലെ പ്രശസ്ത കൂവൽ വിദഗ്ധനാ. പറഞ്ഞോളൂ. നേരത്തെ ഗോപാലൻ സാർ ഇവിടെ ഒരു ടെക്നിക്ക് കാണിച്ചില്ലേ, ഞാനതൊന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവരുടെ ഭാഗത്ത് അതൊന്ന് കേൾക്കണം. ഞാൻ പെട്ടെന്ന് ഒന്ന് ചെയ്തോട്ടെ. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? പെട്ടെന്ന് ഒരു നമ്പർ വിചാരിക്കാവോ? ആർക്കും, ഇത് കണ്ടുപിടിക്കുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലൊരു നമ്പർ വിചാരിക്കാം. ഒരു നമ്പർ റെഡി? അതിനെ നേരെ ഇരട്ടി വിചാരിച്ചു. ഇരട്ടി കാണുക, ഇരട്ടിയാക്കുന്നു. അതിനോട് 50 കൂട്ട്. 50 കൂട്ടി. 50 കൂട്ടി കഴിഞ്ഞാൽ നേരെ പകുതി കാണുക. പകുതി ആക്കിയോ? ഇപ്പൊ ഒരു നമ്പർ മനസ്സിലുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? അതിൽ നിന്ന് 1 കുറച്ചോ? ഇപ്പൊ മനസ്സിലുള്ള നമ്പർ ഉറക്കെ പറഞ്ഞ ഇംഗ്ലീഷിൽ.
24. അതാണ് കിട്ടിയിരുന്നോ കണക്ക്? 24 ആണോ കിട്ടിയേ മനസ്സിൽ? കിട്ടില്ലെങ്കിൽ തെറ്റാട്ടോ കണക്ക്. കണക്ക് എവിടെയോ തെറ്റിയിട്ടുണ്ട്. 24 കിട്ടും. ഓക്കെ.